ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ഈ അടുത്ത് ഭയങ്കര വിവാദമായിട്ടുള്ള രണ്ട് അഭിപ്രായങ്ങൾ ഉയർന്നു വന്നതാണ് ഈ ഡിപ്രഷനെ കുറിച്ച്. വെറുതെ ഇരിക്കുന്ന ഒരു പണിയും ഇല്ലാത്ത ആൾക്കാർക്ക് വരുന്നതാണ് ഡിപ്രഷൻ എന്ന്. ഡിപ്രഷൻ എന്ന് പറയുന്നത് വെറുതെ ഇരിക്കാത്ത ആളുകൾക്കും ജോലി ചെയ്യുന്ന ആളുകൾക്കും ഒക്കെ വരും. അത് നമ്മുടെ ഒന്നും അല്ല, ഒക്കെ നമ്മുടെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് കൈമാറി വരുന്ന സാധനങ്ങളാണ്. അത് ക്ലിനിക്കലി തന്നെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം തിരിച്ചറിഞ്ഞ് ഇന്ന കാര്യങ്ങൾ വരുമ്പോഴാണ് എനിക്കിതിന് സംഭവിക്കണം എന്ന് പറയുന്നത് നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ഡിപ്രഷൻ നമുക്ക് മറികടക്കാൻ പറ്റും? ക്ലിനിക്കൽ സ്റ്റേജ് ആണെങ്കിൽ ക്ലിനിക്കലി പോവുക എന്നുള്ളതാണ്. അല്ല, ഡിപ്രഷനാണോ, ഫ്രസ്ട്രേറ്റഡ് ആണോ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ ബ്ലോക്കുകളൊക്കെയാണ് നമ്മൾ തന്നെ സ്വയം മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതിന് സ്വന്തം സെൽഫായിട്ട് നമുക്കൊരു അനലൈസേഷൻ ഉണ്ടാകുക, സ്വന്തമായിട്ട് നമ്മളെ തന്നെ അനലൈസ് ചെയ്യുക, തിരിച്ചറിയുക എന്ന് പറയുന്നതാണ് അതിനുള്ള ഏക മാർഗം. വെറുതെ ഇരുന്ന് പൊട്ടിക്കരയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു നെഞ്ചിലൊരു കല്ല് വെച്ച പോലത്തെ ഒരു ഭാരം, ആരോടും തുറന്നു പറയാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥകളൊക്കെ അമ്പിക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എല്ലാവരും കടന്നു പോകുന്ന അവസ്ഥകളത്. കാരണം വെച്ചാൽ അത് എനിക്കിപ്പോൾ അങ്ങനെയൊന്നുമില്ല. അത് ഈ ചെറുപ്രായത്തിലൊക്കെയാണ് ചെറുപ്പത്തിലുണ്ടാകുന്ന ചെറിയ ഇൻസൾട്ടുകളോ അല്ലെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളൊക്കെയാണിത്. ഇതൊരു ട്രോമയാണെന്നും ഇതൊന്നും പലതും എൻ്റെ അല്ലെന്നും ഇതൊന്നും ഞാനായിട്ട് ഉണ്ടാക്കിയതല്ലെന്നും തലമുറകളായി കൈമാറി വരുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിനെ നമ്മൾ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ പല ശീലങ്ങൾ, ഇപ്പോൾ പണ്ട് കാരണവന്മാർ പറയല്ലേ, അച്ഛൻ്റെ അതേ സ്വഭാവം അല്ലെങ്കിൽ അമ്മയുടെ അതേ സ്വഭാവം എന്ന് പറയുന്നത് നമ്മളെ ഇൻഫ്ലുവൻസ്ഡ് ആവും. അച്ഛൻ, അമ്മ, അതൊക്കെ DNA സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജീനുകളൊക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പം അത് തിരിച്ചറിയുമ്പോൾ നമ്മളതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏക മാർഗം.